ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് പൊതുവായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ധാരണ എന്തായി ക്രിസ്ത്യ ജീവിതം. ഈ ധാരണയൊക്കെ ഉണ്ടെങ്കിലും പലരും ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. ഇപ്പൊ പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പരിമിത അസ്തിത്വമുള്ളവനാണ്. അനന്തമായ അസ്തിത്വമുള്ളത് ദൈവത്തിന് മാത്രമാണ്. കാരണം അവൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ ഒരിക്കലും ഉളവായവനല്ല, എന്നും ഇരിക്കുന്നവനാണ്, ഒരിക്കലും ഉളവാകാതെ എന്നും ഇരിക്കുന്നവനാണ്. ആ ദൈവം ആത്യന്തികമായ അസ്തിത്വമുള്ളവനാണ്, അനന്തമായ അസ്തിത്വമുള്ളവനാണ്. അനന്തമായ അസ്തിത്വമുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ ഈ പരിമിത അസ്തിത്വം അവിടെ പലയിടത്തും നമുക്കൊരു ബാധകമായി വരാറ്. മനുഷ്യൻ എന്തുകൊണ്ട് പാപം ചെയ്തു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് പലരും കൊടുക്കുന്ന ഉത്തരം അത് ശരിയായ ഉത്തരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ടാണ് പാപം ചെയ്തതെന്ന് പറയും. അവന് പരിമിത അസ്തിത്വമുള്ളവനാണ്. സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾക്കൊക്കെ അങ്ങനെ ചില പരിമിതിയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് അവന് പരിമിതി ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സൃഷ്ടിക്കപ്പെട്ടവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കി നമുക്ക് പെരുമാറാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന് സാമൂഹ്യ അസ്തിത്വം ഉള്ളവനാണ്. സാമൂഹ്യ അസ്തിത്വം എന്ന് പറയുമ്പോൾ സ്വാധീനം എന്നൊരു വാക്ക് അവിടെ പ്രധാനമാണ്. പല ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരാളെ സ്വാധീനിക്കപ്പെടാതെ ജീവിക്കുന്നവർക്ക് തെറ്റിപ്പോകാൻ വളരെയധികം സാധ്യത കുറവാണ്. കാരണം ആരുടെയും സ്വാധീനത്തിന്റെ വലയത്തിലേക്ക് വരുന്നില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല, അവനൊരു സോഷ്യൽ ബീയിങ് ആണ്, സാമൂഹ്യ അസ്തിത്വമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ്. അങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. കുട്ടികൾ ഒരുമിച്ച് സ്കൂളിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയെ സ്വാധീനിക്കും. ഒരു കുട്ടിയുടെ പനിയൊക്കെ മറ്റേ കുട്ടിക്ക് കൊടുക്കും, അതൊക്കെ കൊടുക്കും. അതെല്ലാം സ്വാധീനത്തിന്റെ വലയിലാണ്. രോഗങ്ങൾ കൊടുത്ത് സ്വാധീനിക്കും പല നിലയിൽ. വിശ്വാസികൾക്കും അങ്ങനെയാണ്. എല്ലാ വിശ്വാസികളും നാം ബന്ധപ്പെടുന്ന ആളുകൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ക്രിസ്ത്യ ജീവിതം വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ നാം ബന്ധപ്പെടുന്നതായിരിക്കുന്ന വിശ്വാസികളിലെ പലരും പെർഫെക്റ്റ് അല്ല, അവർ പലരും തെറ്റിപ്പോകുന്നവരാണ്. അതൊക്കെ നമ്മളെ ബാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും ഭർത്താവ് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്കൊരു അത്യാവശ്യം കോള് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടില്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണോ വേണമെന്ന് നിശ്ചയിക്കുന്ന ആരാ? നമ്മുടെ മേൽ സ്വാധീനമുള്ള വേറെ ചില ആളുകളാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലാണ് നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്. അപ്പോ അത് നമ്മളെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി കൊണ്ടുപോകുന്നതിന് പലപ്പോഴും പരാജയമാണ്. നമ്മുടെ ധാരണകള്, നമ്മുടെ ഗ്രാഹ്യതകള്, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ എല്ലാം മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടും. ശരിയായ പല കാര്യങ്ങളും നമുക്കറിയാം ശരിയാണ്, ചെയ്യാൻ പാടില്ലെങ്കിൽ നാം ചെയ്തു പോകും. എന്താ ചെയ്തു പോകുമെന്ന് ചോദിച്ചാൽ സ്വാധീനം കൊണ്ടാണ് ചെയ്തു പോകുന്നത്. ചില ആളുകൾ മദ്യപാനമൊക്കെ നിർത്തിയ ആളുകളാണ്. എങ്കിലും പഴയ കൂട്ടുകാരെ കാണാനിടയായപ്പോ അങ്ങനെ അവരുടെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് പോയി, കല്യാണത്തിന് പോയി, എന്തിനോ പോയി. അപ്പോൾ പഴയ കൂട്ടുകാരെല്ലാം ചേർന്ന് കുടിക്കുകയാണ്. അവർ കണ്ടമാനം നിർബന്ധിച്ച് നമ്മൾ വളരെയധികം പിടിച്ചു നിൽക്കാനായി തോന്നി. അവസാനം എന്ത് ചെയ്തു? അവർ നമ്മുടെ തലയില് മദ്യം ഒഴിച്ചു. അപ്പൊ ആ മദ്യത്തിന്റെ രുചി വായിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നാ വിചാരം കുടിച്ചു കളയാം. കുടിക്കുന്നില്ലെന്ന് വിചാരിച്ചു പോയവരാണെങ്കിലും എന്ത് ചെയ്തു? സ്വാധീനത്തിൽപ്പെട്ട് കുടിച്ചു പോയി. വലിക്കുന്നില്ലെന്ന് വിചാരിച്ച് വലിയൊക്കെ നിർത്തിയാണ് വർഷങ്ങൾ. അതിലും അടുത്തിരുന്നവർ ഇങ്ങനെ പോകുക, വീണ്ടും നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോ ഒരു കഷായം കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ ആ പഴയ താല്പര്യം അങ്ങോട്ട് ഇളകിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്താ പറയണതെന്ന് എനിക്ക് ഉദ്ദേശിച്ചതല്ല, ആഗ്രഹിച്ചതുമല്ല, സ്വാധീനമാണ്. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തില്ല, കൈക്കൂലി കൊടുക്കില്ല, ദൈവം തരുന്നേക്ക് മതി എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വീട്ടുകാർ, അപ്പന, അമ്മ, അനിയന്മാർ, ചേട്ടന്മാരെല്ലാം പറഞ്ഞ ചെറുക്കൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുക, ഞാൻ കാശ് തന്നേക്കും, നീ ഒരു ഭക്തനായിട്ടൊക്കെ ഇരിക്കുക, ഇത് കൊടുത്ത് അവൻ അഡ്മിഷൻ വാങ്ങി. എല്ലാരും അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ കയ്യിലെ കാശ് ശബ്ദം കൊണ്ട് കൊടുത്തു. നമ്മുടെ തീരുമാനമല്ല നമ്മൾ ലംഘിച്ചു. പിന്നെ കുറ്റബോധത്തോടു കൂടി എത്ര കാലങ്ങളായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയണം. എല്ലാവർക്കും കഴിയുന്നില്ലെന്നുള്ളതാണ്. പ്രമാണം അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, പ്രമാണങ്ങള് നടപ്പിലേക്ക് വരുത്തുവാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല. അപ്പോ ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൊണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീർണതയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും ജീർണത എന്ന് പറഞ്ഞൊരു പ്രമാണം നമ്മളുണ്ട്. അത് നമ്മളെ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വന്നില്ല. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. കുറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോ ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും എനിക്കറിയില്ല. അതെന്താന്ന് ചോദിച്ചാൽ എന്റെ ശരീരത്തിൽ ഈ ഒരു ജീർണതാ പ്രമാണമുണ്ട്. ക്ഷീണം എന്ന് പറയുന്ന ഒരു പ്രമാണം. വീണ്ടെടുക്കപ്പെട്ട ശരീരമല്ല എൻ്റെത്. എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടെങ്കിലും എൻ്റെ ശരീരത്തിന്റെ പരിമിതികളെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തില് ഇല്ല. അപ്പൊ പൗലോസ് പറഞ്ഞില്ലേ, ആത്മാവ് ഒരുക്കമുള്ള ജഡമോ ബലഹീനമത്രം. ബലഹീനമായ ജഡത്തിൽ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് സാധിക്കുന്നില്ല.
ബക്സിംഗ് എന്ന് പറഞ്ഞ മനുഷ്യന് തനിക്ക് ആയിരക്കണക്കിന് എഴുത്തുകൾ എല്ലാ ദിവസവും കിട്ടുന്ന ഒരാളാണെന്നാ പറയുന്നത്. ഈ എഴുത്തുകളെല്ലാം താൻ എന്തെങ്കിലും ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വന്ന് 9-10 മണിയാകുമ്പോൾ താഴെ കഴിഞ്ഞ് താൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുട്ടുമേ നിൽക്കും. കട്ടിലെ എഴുത്തുകളെല്ലാം തുറന്നു വെക്കും. തന്റെ സഹപ്രവർത്തകർ ആരെങ്കിലും എഴുത്തെല്ലാം തുറന്നവിടെ അങ്ങനെ അടുക്കി വെച്ചേക്കും. താൻ ഓരോന്നെടുത്ത് പ്രാർത്ഥിക്കും, വായിച്ചിട്ട് പ്രാർത്ഥിക്കും. എല്ലാ എഴുത്തുകളും വായിച്ചിട്ട് അതിൽ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ പറയുന്ന ചിലപ്പോ ഇതിനിടയിൽ ഉറങ്ങിപ്പോകും. ഒരു 5-10 വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. കുറച്ചു നേരം കഴിഞ്ഞ് ഉണരുമ്പോ പിന്നെയും അത് വായിച്ചു തീർത്ത് പ്രാർത്ഥിച്ചിട്ട് അടുത്ത എഴുത്ത് വായിക്കും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം കൊണ്ട് ഉറക്കവും വായനയും പ്രാർത്ഥനയുമായിട്ടാണ് അത് തീർക്കുന്നത്. പക്ഷെ തീർക്കാതിരിക്കലും അവിടുന്ന് എഴുന്നേക്ക് പോയില്ല. ആ മുട്ടുമേൽ നിന്ന് എഴുന്നേൽക്കയില്ല ഒരു കാരണവശാൽ. അത് മുഴുവൻ വായിച്ച് മറുപടി എഴുതേണ്ട എഴുത്തുകൾ വേറെ മാറ്റി വെച്ച് അല്ലാതെ പ്രാർത്ഥിച്ച്. അപ്പൊ ഈ ബക്സിങ്ങിന് പോലും ബലഹീനത ഉണ്ടായിരുന്നാ പറയുന്നത്. ബലഹീനത ഇല്ലാത്തൊരു മനുഷ്യനെന്ന് ഞാൻ പരിചയപ്പെട്ട മനുഷ്യർ ഒരു പെർഫെക്റ്റ് മനുഷ്യൻ എന്ന് പറയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ബക്സിങ്. എന്നിട്ട് അദ്ദേഹത്തിന് പോലും ഈ ബലഹീനതയുണ്ട്. അതുപോലുള്ളതായിരിക്കുന്നത് യേശുദാസന്മാർക്കൊക്കെ ബലഹീനതകളുണ്ട്, ആളുകളുണ്ടായിരുന്നു. പൗലോസിനുണ്ടായിരുന്നു ബലഹീനത. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വയ്യാതെ വണ്ണം തന്റെ ജഡം തന്നെ അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്ത് തന്നെ ലിമിറ്റ് ചെയ്ത് ഇരുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്കുള്ളതായിരിക്കുന്ന വേറെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ജീർണത മാത്രമല്ല, ഡീജനറേറ്റീവ് വീക്ക്നെസ്. ഒരു 60% എനിക്ക് കേൾവിയുള്ളൂ. ഫോൺ ആര് ചെയ്താലും ഞാൻ ഉറക്കെ പറയണേ എനിക്ക് 60% കേൾവിയുള്ളൂ. അപ്പോൾ കേൾവിക്ക് എന്തെങ്കിലും ചെയ്യണം. അത് ഡീജനറേറ്റീവ് വീക്ക്നെസ് ആണ്. അതുപോലെ കണ്ടു കാണാൻ വയ്യ, വാക്യങ്ങൾ ശരിക്കും ചിലപ്പോൾ വായിക്കാനായിട്ട് വയ്യാതെ. ഓർമ്മ കുറയുന്നത് കൊണ്ട് എന്താണ്, പല പ്രസംഗിക്കുമ്പോൾ തന്നെ പല പേരുകളും ഒക്കെ തെറ്റിച്ച് പറയും. യാക്കോബ് എന്ന് പറയുന്നത് അബ്രഹാം എന്നോ ദാവീദെന്നോ ഒക്കെ പറയും. കേൾവിക്കാർ പിന്നെ പ്രായമായതുകൊണ്ട് അതിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞങ്ങ് ക്ഷമിച്ചു തരും. അപ്പൊ ഈ ഡീജനറേറ്റീവ് വീക്ക്നെസ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ പലപ്പോഴും ബാധിക്കും. നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഈ ഡീജനറേറ്റീവ് വീക്ക്നെസ് നമ്മുടെ സെല്ലുകളെല്ലാം ഇങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജീർണത നമ്മെ തീർച്ചയായിട്ടും ബാധിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ഫിസിക്കൽ വേൾഡ് ഈസ് അണ്ടർ എൻട്രോപ്പി എന്ന് പറയും. ഈ ഭൗതിക ലോകം ഒരു എൻട്രോപ്പിയുടെ ജീർണതയുടെ പിടിയിലാണ്. നമുക്കത് രക്ഷപ്പെടാനായിട്ട് വലിയ പ്രയാസമാണ്. പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ധാർമ്മിക അസ്തിത്വത്തിൽ നാം അറിയുന്ന പ്രമാണങ്ങൾ പാലിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മെ അങ്ങോട്ട് വലിക്കും പല ശക്തികളും. വിശ്വാസികൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നതിന് പല കാര്യങ്ങളുണ്ട്. മനുഷ്യനൊരു ധാർമ്മിക അസ്തിത്വം ഉള്ളവനാണ്, മോറൽ ബീയിങ് ആണെന്ന് പറഞ്ഞാലും ഈ മോറൽ ഫൈബർ ഒക്കെ പാപമുള്ള ഫൈബർ ആയതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ വളരെ ഫ്രാജയിലാന്ന് പറയും, വളരെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്. നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഒക്കെ വന്നെടുത്ത് പിടിച്ചാൽ അങ്ങ് ഉടഞ്ഞു പോകും. ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെ ചെക്കിയ ഉടനെ ഉടയില്ല, പക്ഷെ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടോ ചെയ്താൽ അങ്ങ് ഉടഞ്ഞു പോകും. അതുപോലെയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഒരു പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ഒരു അസ്തിത്വം അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ധാർമ്മികത എന്ന് പറയുന്നത് ആത്യന്തികമാണ്, ആബ്സല്യൂട്ടാണ്. നമ്മൾ റിലേറ്റീവാണ്, ആപേക്ഷികമായ ഒരു പാത്രത്തിലേക്ക് ആത്യന്തികമായ ഒരു വസ്തുവിനെ പകർന്നാൽ എന്ത് സംഭവിക്കും? വിജയകരമായി പകരാനായിട്ട് സാധിക്കുക. കുറച്ചൊക്കെ അതിൽ ഉൾക്കൊള്ളും, കുറച്ചൊക്കെ തൂങ്ങിപ്പോകും, അല്ലെങ്കിൽ പാത്രം ഉടച്ചു കളയും, എന്തെങ്കിലും ചെയ്യും. ശക്തിയില്ലാത്തതായിരിക്കും ഒരു പാത്രം കൊണ്ട്, വലിയ പാത്രം കൊണ്ട് ഇടിച്ച് വെള്ളം കോരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇടിക്കുമ്പോൾ തന്നെ പാത്രത്തിന്റെ ചുവട് എന്ത് ചെയ്യും? മൺകലമാണെങ്കിൽ അത് അങ്ങ് പോകും, പിന്നെ വെള്ളമില്ലാതെ നിൽക്കത്തില്ല. വെള്ളത്തിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ അല്ലാതെ പാത്രത്തിന്റെ കുഴപ്പമാണ്. പാത്രത്തിന്റെ കുഴപ്പം മാത്രമല്ല, കോരിയതിന്റെയും കുഴപ്പമാണ്. ഇടിച്ചു കോരാൻ പാടില്ലാത്ത പാത്രം ഇടിച്ചു കോരി എന്നുള്ളതാണ്. പക്ഷെ പാത്രത്തെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളും പലപ്പോഴും. ചില ആളുകൾ പെട്ടെന്ന് കോപിക്കുന്നവരാണ്, ചില ആളുകളെ കോപിപ്പിക്കാൻ പ്രയാസമാണ്, വളരെ ശ്രമിച്ചാലും ഒക്കില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരാൾ പറഞ്ഞു, അപ്പച്ചനെ പിണക്കാനായിട്ട് നോക്കിയിട്ട് ഒരു വിധത്തിൽ സാധിക്കുന്നില്ല. അപ്പച്ചനെ പിണക്കിയെങ്കിലേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം, അവരാഗ്രഹിക്കുന്ന കാര്യം സാധിക്കാനും. പക്ഷെ അപ്പച്ചൻ പിണങ്ങില്ല, എന്ത് പറഞ്ഞാലും അപ്പച്ചൻ ചിരിച്ചുകൊണ്ടിരിക്കും. അവസാനം അവരുടെ ശ്രമം അവർ വിട്ടുകളഞ്ഞു. അപ്പച്ചനെ പിണങ്ങിയിട്ട് വേണം അപ്പച്ചൻ എന്തെങ്കിലും പറയാൻ. ആ പറഞ്ഞത്തെ പിടിച്ച് വേണം പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ അവർക്ക് എങ്ങും ഒരു വിത്തും പിടി കിട്ടുന്നില്ല. അപ്പച്ചൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെ പറഞ്ഞു. അപ്പോ അത് ഒരു ബലഹീനതയല്ല, അത് ഒരു ശക്തിയാണ്. നമ്മൾ പറഞ്ഞാലും നമുക്ക് ചില ബലഹീനതയുണ്ട്, അതിന് എതിർ ബലഹീനതയുണ്ട് ചിലർക്ക്. തൊട്ടതിനെല്ലാം എന്ത് ചെയ്യും? തൊട്ടതിനെല്ലാം കോപി. എന്റെ അപ്പച്ചന് പ്രായമായപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, സന്ധ്യയായാൽ യാതൊരു ശബ്ദവും ആ വീട്ടിലൊക്കെ. കുഞ്ഞുങ്ങൾ അപ്സ്റ്റെയറിലാണ്, അവരൊന്ന് കോടുകയോ കളിക്കുകയോ ഒരു പെൻസിൽ താഴെ വീണ ബോംബ് വീഴുന്ന ശബ്ദത്തിൽ അപ്പച്ചൻ കേൾക്കുന്നു. ഉടനെ അപ്പച്ചനെ എന്താ അവിടെ, നിങ്ങൾ ഉറക്കുകയില്ല പ്രായം. അല്ല, അപ്പച്ചനെ കുറ്റം പറഞ്ഞ അപ്പച്ചനെ കുറ്റം കൊണ്ടില്ല, പ്രായത്തിന്റെ ജീർണതയിൽ വരുന്നതായിരിക്കുന്ന ഒരു പ്രതിഭാസമാണത്. അപ്പൊ ആ അപ്പന്റെ മകനായപ്പോ ഞാനും ഇനി കുറച്ചുകൂടാകുമ്പോൾ എന്താ അങ്ങനെ പ്രതികരിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അത് ഗ്രേസിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കോപിക്കും. എന്നാൽ കോപിക്കണമെന്നില്ല, ഇതുവരെ അങ്ങനെ കോപിക്കാതെ ജീവിക്കാനായിട്ട് ദൈവം സാധിച്ചു. അപ്പോ
സ്വർഗീയ അസ്തിത്വമുള്ള ദൈവത്തെ ഈ ഭൗതിക അസ്തിത്വമുള്ള മനുഷ്യൻ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് കാര്യങ്ങൾ. നിരാശ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ വളരെ നിരാശ വരും. നിരാശ കൊണ്ട് വല്ലതും ജീവിതത്തിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടോ? നിരാശപ്പെടുന്നതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. ചിലപ്പോൾ മക്കളെ സംബന്ധിച്ച നിരാശ, അവരെ പഠിക്കാൻ വിട്ടു, നല്ല സ്കൂളിൽ വിട്ടു, നല്ല കോളേജിൽ വിട്ടു, ഒരുപാട് കാശ് മുടക്കി പഠിപ്പിക്കുന്നത്, പക്ഷേ ചെറുക്കം പഠിക്കുന്നില്ല, പഠിച്ച് കോഴ്സ് ഒന്നും പൂർത്തിയാകുന്നില്ല, എല്ലാം ബാക്ക് പേപ്പേഴ്സുകളെ. നിരാശ മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ ആ നിരാശ ഉണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിപ്പോടാ, വീട്ടിൽ പോയി തൊലയെന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട്. നിനക്ക് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? നിരാശയിൽ പറയുന്ന വാക്കാണ്, പക്ഷെ അവനത് കേട്ടുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? അവൻ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള നിരാശയാണ് ഇവിടെ. പക്ഷെ എന്നെ പ്രയോജനം? വായിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന വാക്കും തോക്കിൽ നിന്ന് പോകുന്ന ഉണ്ട ഒരുപോലാണ്. അത് അതിന്റെ ദോഷം ചെയ്തിട്ടേ അടങ്ങും, ഇടയ്ക്ക് വെച്ച് എങ്ങും തങ്ങുകയില്ല. അപ്പോൾ ഈ നിരാശ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നിരാശയില്ല മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങോട്ട് വിജയിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, ഉപ്പ് നല്ലതാണ്, പക്ഷെ ഉപ്പിന് കാരമില്ലാതെ പോയാൽ ഉപ്പിന് കാരമില്ലാതെ പോകില്ലെന്നാ പറയുന്നത്. ഉപ്പ് എപ്പോഴും ഉപ്പ് രസമുള്ളതായിരിക്കും ഉപ്പ്, അല്ലെ അത് ഉപ്പല്ല, പക്ഷേ അതിന് ചിലപ്പോൾ പോവും. അതിനെങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഉപ്പ് ക്രിസ്റ്റലിന്റെ പുറത്ത് ചെളി വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, വേറെ കെമിക്കൽസിന്റെ ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഉപ്പിന്റെ ക്രിസ്റ്റൽ എടുത്ത് നമ്മൾ നാക്കിയാൽ ചിലപ്പോൾ പുളിയായിരിക്കും, ചിലപ്പോൾ മധുരമായിരിക്കും. ഏത് ക്രിസ്റ്റലാണെന്നോ അതിനെ കവർ ചെയ്ത് അതിന്റെ ആയിരിക്കും. അതാ ഉപ്പിന് കാരമില്ലാതെ പോയാലെന്ന് പറഞ്ഞാൽ പിന്നെ അത് കളയേ ഉള്ളൂ, ഇതൊന്നും ചെയ്യാൻ ഒക്കില്ല. പല വിശ്വാസികളും അതുപോലെ. അപ്പോൾ ആ പ്രശ്നമുണ്ട്. ഒരുപാട് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ജഡവും നമ്മുടെ ആത്മാവും തമ്മിലുള്ളതായിരിക്കുന്ന വൈരുദ്ധ്യം പൗലോസ് അതേക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ ഒക്കാതെ വരുന്നു. ഞാൻ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച പോയത്. ഞാൻ ഇനിയും വഴക്ക് കെട്ടുകയില്ല, ഞാൻ ഇനിയും സൗമ്യനായി ശാന്തനായി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു നേരമായിട്ട് ഇവന്മാർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ച് പറയേണ്ടാത്തൊക്കെ പറഞ്ഞ് അവസാനം നമ്മൾ വീട്ടിൽ വന്നിരുന്ന് എന്താ പറയുക, ശരി ഞാൻ എൻ്റെ മനുഷ്യനാണ്, ഞാൻ ഇന്ന് തീരുമാനം എടുത്താൽ പോയത്, ദൈവം എൻ്റെ പ്രാർത്ഥനയും കേട്ടില്ല, ഒന്നും കേട്ടില്ല. അല്ലേ? ദൈവം പ്രാർത്ഥന കേൾക്കാൻ ഞാനോ? ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല. അത് നമ്മുടെ ഈ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗമാണ്. അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. പൗലോസൊക്കെ അതിജീവിച്ച ആളുകളാണ്. എന്ത് കല്ലേറ് കൊണ്ടു, എന്താ തല്ല് കൊണ്ടു, അടി കൊണ്ടു, എന്ത് മർദ്ദനം കൊണ്ടു, വെള്ളത്തിൽ കിടന്നു, എവിടെയെങ്കിലും കോപിച്ചായിട്ട് കാണുന്നുണ്ടോ? ആരോടെങ്കിലും? ആരോടും കോപിച്ചില്ല. പൗലോസ് നിരാശപ്പെട്ട് കണ്ടുണ്ടോ? പൗലോസിനെ നിരാശപ്പെട്ട് കണ്ടില്ല. വേറെ അനേക ദൈവദാസന്മാരെ നിരാശപ്പെട്ട് ബൈബിളിൽ കാണാം. പൗലോസിനെ ഒരിക്കലും നിരാശപ്പെട്ട് കാണുന്നില്ല. താൻ എന്ത് പറഞ്ഞാലും മുന്നേറ്റം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് എത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ചതാൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ട്, പിന്നിലുള്ളത് മറന്നുകൊണ്ട് അങ്ങനെ താൻ പോകുന്ന ഒരാളാണ്. ഒരിക്കലും നിരാശയോ ഒരിക്കലും കോപമോ ഒന്നും നമ്മൾ പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. തന്നെ എന്തുമാത്രം ഉപദ്രവങ്ങൾ ചെയ്തു താനത് അതിജീവിച്ചു. ജഡമില്ലാഞ്ഞിട്ടില്ല, പക്ഷേ ജഡത്തെ താൻ അതിജീവിച്ചു. ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലാണ് തൻ്റെ അഭിമാനം. ക്രൂശിന്റെ അനുഭവം തനിക്കുണ്ടായി. ക്രൂശ് എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടയാളല്ല, ക്രൂശിക്കപ്പെടുന്ന അനുഭവം തനിക്കുണ്ടായി. അതുകൊണ്ട് നമുക്കങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് പൗലോസിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളോട് പറയാം. ഇപ്പൊ തന്നെ ഹാനോക്കിനെ നോക്ക്. എബ്രായർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21 തുടങ്ങി 23 വരെ, എബ്രായർ 11-ന്റെ 5 ഒക്കെ വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന കാലത്ത് ദൈവത്തോടു കൂടെ നടന്ന വേറൊരാളുണ്ടായിരുന്നോ? കാണുമായിരിക്കും, പക്ഷെ എഴുതപ്പെട്ടതായി നമുക്കാർക്കും അറിയില്ല. എഴുതപ്പെട്ട വേറെ അറിയില്ല. അപ്പോ ഹാനോക്കിന് കഴിഞ്ഞു. ലോകം മുഴുവനും വഷളായി ദൈവത്തിന്റെ എതിരെ നടന്നു പോകുമ്പോൾ ഹാനോക്ക് ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവത്തോട് കൂടെ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഹാനോക്കിന് കഴിയുമെങ്കിൽ നമുക്കും കഴിയും. ഹാനോക്ക് ജീവിച്ച കാലത്തിന് അത്രയും മോശപ്പെട്ട ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഹാനോക്കിനേക്കാൾ എന്തോ ഒരു മെച്ചമായ കാലമാണ്. നമുക്ക് എന്ത് ദൈവങ്ങളെ കാണാൻ കഴിയും കൂട്ടായ്മയ്ക്ക്? ഹാനോക്കിന് ഒരു ദൈവത്തിനെ കൂട്ടായ്മയ്ക്ക് കാണാൻ കഴിയില്ല. അന്ന് ഹാനോക്ക് ദൈവത്തോടു കൂടെ. അപ്പോൾ അത് സാധിക്കും എന്നുള്ളതാണ്. ഹാനോക്കിനെ പോലെ നശിക്കുന്ന ഒരു ലോകം, ദൈവം നശിപ്പിക്കാൻ പോകുന്ന ഒരു ലോകത്ത് ഏകനായി ജീവിക്കേണ്ടി വന്നാലും എല്ലാവരും എതിരായാലും ദൈവത്തോടു കൂടെ നടക്കുവാൻ കൊണ്ടും കഴിയും. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ഹാനോക്ക് നടന്ന നടപ്പാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒരു ഒഴികഴിവും പറയാൻ ഒക്കുകയില്ല.
ലോകം മോശമായി പോയതുകൊണ്ടാണ്, കൂട്ടുകാർ മോശമായി പോയതുകൊണ്ടാണ്, കാലാവസ്ഥ മോശമായി പോയതുകൊണ്ടാണ്, എനിക്ക് സമ്പത്തില്ലാതെ പോയതുകൊണ്ടാണ്, എനിക്ക് ജോലി ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തീയ ജീവൻ ഞാൻ എന്ത് വില കൊടുത്ത് നയിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം നമുക്കില്ല. ആ തീരുമാനം നടപ്പാക്കാനുള്ളതായിരിക്കുന്ന ഒരു ധാർമ്മിക ശേഷി ഒരുപക്ഷെ നാം ഇതുവരെ ആർജിച്ചിട്ടില്ല. നാം ആർജിക്കേണ്ടതാണ് ധാർമ്മിക ശേഷി എന്ന് പറയുന്നത്. അത് നമുക്ക് ദാനമായിട്ടൊന്നും കിട്ടുന്നതല്ല. കൃപ ധാരാളമായിട്ട് ദൈവം തരും, പക്ഷേ ധാർമ്മിക ശേഷി നാം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് നോവ, ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നോഹയെ കുറിച്ച് പറയുന്നുണ്ട്. നോവൽ ജീവിച്ച കാലത്തെ ഒരു വിക്കറ്റ്നെസ് ആണ് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം. ദൈവത്തിന്റെ പുത്രന്മാര്, മനുഷ്യപുത്രന്മാര്, എന്തൊക്കെയായാലും അങ്ങ് ധാർമ്മികത നശിച്ചെന്ന് പറഞ്ഞാൽ നശിച്ച് എന്താ നമ്മൾ നാട്ടിൽ പറയുമല്ലോ, നശിച്ച് നാറാണക്കൽ എന്ന് പറഞ്ഞ പോലൊരു സ്ഥിതിയാണ് ഹാനോക്ക് ജീവിച്ചതായിരിക്കുന്ന കാലം. അത് നോഹ ജീവിച്ച കാലത്ത്. അവസാനം ദൈവം പറഞ്ഞ് നശിപ്പിക്കുകയല്ലാതെ നോഹയുടെ ഒരു കുടുംബത്തെ ഞാൻ കരുണ കൊണ്ട് മാറ്റി വെച്ചിട്ട് മുഴുവനെണ്ണത്തെ നശിപ്പിക്കാൻ പോവുക, മുഴുവനെയും വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ച് കളയത്തക്ക ഒരു ലോകത്തിലാണ് നോഹ. അപ്പോഴാണ് നോഹയെ കുറിച്ചാണ് പറയുന്നത് നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നത് സന്യാസിയായിട്ടല്ല, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നാണ് ഹാനോക്കിനെ പറ്റി പറയുന്നത്. എന്ന് പറയാൻ കുടുംബജീവിതം വിജയകരമായി നടത്തുകയും മക്കളെ ജനിപ്പിക്കുകയും അവരെ വളർത്തുകയും ഒക്കെ ചെയ്താണ് ഹാനോക്ക് ജീവിച്ചത്. അല്ല ഹാനോക്ക് വനത്തിൽ പോയൊരു സന്യാസിയായിട്ട് സന്യാസം ചെയ്ത് ലോകത്തിൽ നിന്ന് മാറി നിന്നല്ല കുടുംബജീവിതം നയിച്ചത്. കുടുംബജീവിതം നയിച്ചത് ഈ ലോകത്താണ്, ഈ ഭക്ഷണത്തിൽ നിറഞ്ഞ ലോകത്താണ്. നോഹ അങ്ങനെ തന്നെയാണ്. എന്തൊരു പരിഹാസത്തിനിടയിലാണ് നോഹ ജീവിച്ചത്. കാരണം അതുവരെ മഴ പെയ്തിട്ടില്ലാത്ത ഒരു ലോകത്ത് ആകാശത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമെന്നും അങ്ങനെ വീണ് വെള്ളം ഇങ്ങനെ ഉയർന്ന് വലിയ മലകൾ പോലും മൂടിപ്പോകുന്നു, ലോകത്തുള്ള എല്ലാ ജന്തുക്കളും മനുഷ്യനും ചാകുമെന്നൊക്കെ പറഞ്ഞപ്പോ ആളുകൾ അത് കേട്ട് ചിരിച്ചു. കാരണം നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്, അവരുടെ മനസ്സിൽ പോലും ഊഹിക്കാനായിട്ട് വയ്യ. ആകെക്കൂടെ ഇച്ചിരി മഞ്ഞ് വെളുപ്പിന് എഴുന്നേറ്റ് വന്ന പുല്ലിന്റെ അറ്റത്ത് യന്ത്രങ്ങളിലൊക്കെ ഒരു തുള്ളി മഞ്ഞ് വെള്ളം ഇരിക്കുന്നതേ ഉള്ളൂ. അതാണ് അന്നത്തെ കൃഷി നനയ്ക്കാനുള്ളതായിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി അതിനെ നനയ്ക്കുകയാണ്. അവിടെയാ പറയുന്നത് ലോകം മുഴുവനും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. എന്നിട്ട് പറയാ നീ ഒരു കപ്പൽ പണിയണം, വലിയൊരു പെട്ടകം, ലോകത്തിലുള്ള എല്ലാ ജന്തുക്കളെയും അത് കയറ്റണം, അതിലെല്ലാ ജന്തുക്കളെയും സാമ്പിൾസ്, ശുദ്ധിയുള്ളതിന് 7 വീതം, ശുദ്ധിയില്ലാത്തതിന് 2 വീതം നീ അതിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞു. ഈ പെട്ടകം 120 വർഷം നീണ്ടതായിരിക്കും ഒരു പെട്ടകത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്റെ പണിയാണ്. എന്തോ ഒരു മരം വെട്ടി കാണും, എന്തോ ഒരു ആശാരിമാർ, അവരൊക്കെ ചിരിച്ചു കാണും. ഈ നോയ്ക്ക് വട്ടാന്ന് 1000 പ്രാവശ്യമെങ്കിലും അവർ പറഞ്ഞു കാണും, നോയ്ക്ക് വട്ടാന്ന്. പിന്നെ നമുക്ക് കൂലി കിട്ടുന്നില്ലേ നമുക്ക് എന്നാ. അപ്പൊ അന്ന് ക്രിസ്ത്യൻ സാധിച്ചു എന്നുള്ളതാണ്. നോഹയ്ക്ക് ക്രിസ്ത്യൻ, ഹി വോക്ക്ഡ് വിത്ത് ഗോഡ്. നോഹയുടെ കാലത്ത് ലോകത്തിന്റെ പാപം നോഹയെ തൊട്ടില്ല, നോഹയുടെ മക്കളെയും തൊട്ടില്ല. അങ്ങനെ ആ കാലത്ത് 3 മക്കളെ പവിത്രമായി വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തൊരു വില കൊടുക്കണമെന്ന് വിചാരിച്ചുള്ളൂ. എങ്ങോട്ടിറങ്ങിയാലും പാവമാണ്, എല്ലാവരും മഹാഭാവികളാണ്. അവരുടെ ഇടയിൽ ഈ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നോഹയുടെ വൈഫൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കടയിൽ ഇച്ചിരി സാധനം വാങ്ങാൻ വിട്ടാൽ കണ്ടുമുട്ടുന്നതെല്ലാം ദുഷ്ടന്മാരായ ആളുകളെ. അവരെന്തെല്ലാം കളിയാക്കലുകൾ നോഹയും മക്കളെയും കളിയാക്കി കാണും. അതേക്കുറിച്ച് എബ്രായത്തിൽ പറയുന്നത് നോഹ വിശ്വാസത്താൽ, ഹാനോക്ക് വിശ്വാസത്താൽ, അബ്രഹാം വിശ്വാസത്താൽ, കാഴ്ചയാരല്ല വിശ്വാസത്താൽ. ദൈവത്തിന്റെ സാധ്യതയിൽ അവർ കടന്നു പിടിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സാധ്യതയിലാണ് അവർ വിളിച്ചത്. ഏത് കമ്പെ പിടിച്ചാലും പുളിങ്കമ്പെ പിടിക്കണമെന്ന് പറഞ്ഞ പോലെ എങ്ങനെ ജീവിച്ചാലും വിശ്വാസത്താൽ ജീവിക്കണം. നോഹയും ഈ വിശുദ്ധന്മാരൊക്കെ വിശ്വാസത്താൽ ജീവിച്ചു. ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവം ചെയ്യും, ഒന്നും പേടിക്കണം. നീ അബ്രഹാമിനെ നോക്ക്, വിശ്വാസികളുടെ പിതാവല്ലേ. അബ്രഹാമിന് ജീവിക്കാൻ കഴിഞ്ഞോ? മെസോപ്പൊത്തേമിയയിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചത് എന്താണ്? നീ നിന്റെ അപ്പനെയും അമ്മയും ചാർച്ചക്കാരെയും ദേശത്തെയും നാടിനെയും വിട്ട് നിന്റെ ഭാര്യയായ സാറായെ കൂട്ടിക്കൊണ്ട് പോകാനാ പറഞ്ഞത്. അപ്പനും കൂടെ പോയി എന്നുള്ളതായിരിക്കുന്ന കാര്യം ശരിയാണ്, ദൈവം പറഞ്ഞിട്ടല്ല. ഹാരാനിൽ വന്നു, അവിടെ കുറച്ചു കാലം അപ്പൻ ചാകുന്നവരെ അവിടെ താമസിച്ചു. ഹാരാന്റെ പാപം ഒന്നും അബ്രഹാമിനെ ബാധിച്ചില്ല, മെസോപ്പൊത്തേമിയുടെ പാപവും ബാധിച്ചില്ല. ഇനി കനാൻ നാട് വരെ നടന്നു, 1200 കിലോമീറ്ററോളം നടന്നു, അതൊന്നും അവരെ ബാധിച്ചില്ല. അവിടെ വന്ന് കൂടാരം കെട്ടി അവിടെ ഇവിടെയായിട്ട് പാർത്തു. വല്ലതും ബാധിച്ചോ? ഇല്ല, അബ്രഹാമിനെ ഒന്നും ബാധിച്ചില്ല. അബ്രഹാം എന്ന് പറയുന്നതായിരിക്കും മനുഷ്യൻ വേർപാടെന്ന് പറഞ്ഞതായിരിക്കുന്ന ആശയത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അവനെ മെസൊപ്പൊത്തേമിയയിൽ നിന്ന് വേർപെട്ടു, ഹാരാനിൽ നിന്ന് വേർപെട്ടു, സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപെട്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പോ ലോത്തിൽ നിന്ന് വേർപെട്ടു. പിന്നെ ഇസ്മയിലിനെ ഹാഗാറിനെ വേർപെടുത്തി. അവസാനം ഐസക്കിൽ നിന്ന് വേർപെടാനായിട്ടാണ് മറിയമ്മനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ചെന്നത്. അങ്ങനെ എല്ലാ ജീവിതത്തിൽ മുഴുവനും വേർപാട് ബാധിച്ച ഒരു മനുഷ്യനാണ്. ക്രിസ്ത്യ ജീവിതം സാധിക്കണമെങ്കിൽ അങ്ങനെ സാധിക്കും കേട്ടോ. വേർപാട്
നമുക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ എല്ലാവരും നമുക്ക് പ്രസാദിപ്പിക്കുകയും വേണം, അവരെ എല്ലാം സ്നേഹിക്കുകയും വേണം, അവരെ എല്ലാം കാണുകയും വേണം, ഒക്കെ വേണം. നമ്മൾ പലതും അവരെ കാണാനും അവരെ ശുശ്രൂഷിക്കാനും അവരുമായി സ്നേഹം പുലർത്താനും നമ്മൾ പലപ്പോഴും ത്യാഗം ചെയ്യുന്നത് എന്തിനാണ്? ഒരു ബൈബിൾ ക്ലാസ് ആയിരിക്കും, ഒരു യോഗമായിരിക്കും, ഒരു പ്രാർത്ഥനയോഗമായിരിക്കും, ഒരു ആരാധനയോഗമായിരിക്കും, അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രമാണത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വലിയ കോംപ്രമൈസ് ചെയ്യുന്നില്ലെന്നുള്ളത് സ്തോത്രം. ചെറിയ ചെറിയ കോംപ്രമൈസ് അത് നമ്മൾ ചെയ്യും. ഇസ്ഹാക്കിനെ നോക്ക്. ഇസ്ഹാക്കിനെ പറ്റി പറയുമ്പോ ഒന്നും നേടാത്ത മനുഷ്യനും എല്ലാം ലഭിച്ച മനുഷ്യനാണ്. ഇസ്ഹാക്കിന്റെ ജന്മം തന്നെ ദൈവം തന്ന ജന്മമാണ്. ഇസ്ഹാക്കിന് ഭാര്യ ദൈവം കൊണ്ട് കൊടുത്തതാണ്. ഇസ്ഹാക്കിന്റെ പിള്ളേരെ ദൈവം കൊണ്ട് കൊടുത്തതാണ്. ഇസ്ഹാക്ക് വിത്ത് വിതച്ചപ്പോൾ 100 പേര് ദൈവം പ്രയോഗിച്ചതാണ്, അല്ലേ? എന്നാൽ ഇസ്ഹാക്ക് ജീവിച്ച എന്തോ ഒരു വിക്കറ്റായിട്ടുള്ള ഒരു ലോകത്താണ്. ഇസ്ഹാക്ക് ഒരു കിണർ കുടിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? അബീമേലെക്കിന്റെ ദാസന്മാർ വന്ന് പിടിച്ചെടുക്കും. എത്ര കിണറാണ് പിടിച്ചെടുത്തത്? വെള്ളം കാണുമ്പോൾ ഞങ്ങളുടെ കിണറായിട്ടേക്ക് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് വരുന്നത്. ആടില്ല, കന്നുകാലിയില്ല, വെള്ളം കൊടുക്കണ്ടേ? അപ്പൊ അവന്മാർ മാറി ഒരു കിണർ കുടിക്കും. അവിടെ വെള്ളം കാണുമ്പോൾ പറയും ഞങ്ങളുടെ കിണറാന്ന് പറയും. ഇപ്പൊ കുളം ഇങ്ങനെ മാറി 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 മാറിയാ ജീവിച്ചതാ മനുഷ്യൻ അങ്ങനെയാ ജീവിച്ചത്. ഇസ്ഹാക്ക് റബേക്കയും അന്നത്തെ കാലത്ത് ബഹുഭാര്യത്തുള്ളതായിരിക്കും ലോകത്താ ജീവിച്ച വെപ്പാട്ടികളും എല്ലാം. ഇസ്ഹാക്കിന് യാതൊരു പ്രലോഭനം ഉണ്ടായില്ല, ഒരു ഭാര്യയെ കൊടുക്കാനും ഒരു വെപ്പാട്ടിയെ കൊടുക്കാനും. മോറൽ സ്റ്റാൻഡേർഡ് വളരെയധികം സൂക്ഷിച്ച ഒരു മനുഷ്യനാണ്. ദുഷ്ടത നിറഞ്ഞ ലോകത്ത് പവിത്രമായി ജീവിച്ച ഒരാൾ. ഇനി ഇസ്ഹാക്ക് അനുഭവിച്ച അത്രയും സമ്മർദ്ദം ആരെങ്കിലും അനുഭവിച്ചോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും ചെറുപ്പക്കാരായിരിക്കും ആരെങ്കിലും അപ്പൻ കൊണ്ടുപോയിട്ട് ബലം പ്രയോഗിച്ച് കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി ബലമായിട്ട് എടുത്തൊരു വിറകിന്റെ കെട്ടിന്റെ ഇട്ടിട്ട് കത്തിയെടുത്ത് കഴുത്തിറക്കാനായിട്ട് എങ്ങനെ ഇരിക്കും? പ്രൈസിലോട് പറയും. നമ്മളായിട്ട് പ്രൈസ് ഞാൻ അന്നേ പറയുമെന്ന് തോന്നുന്നില്ല, ഉള്ള കാര്യം പറയാം. പ്രൈസിലോട് പറയില്ല, എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിച്ചാടാന് ശ്രമിക്കുന്നു, അല്ലാതെ പ്രൈസിലോട് പറയുന്നു. ഇസ്ഹാക്കിനെ ഞാൻ പലപ്പോഴും വിചാരിക്കും, അവിടുന്ന് കട്ടൊക്കെ അഴിച്ചിറക്കി വന്നപ്പോൾ അപ്പനോട് വല്ല പകയുണ്ടായിരുന്നു. എങ്കിലും അപ്പ നിനക്ക് എന്നെ കൊല്ലാൻ നിനക്ക് മനസ്സായില്ല. വയസ്സെന്ന കാലത്ത് ജനിച്ച ഒരു മോന അല്ലേ? ഇതാണോ നിന്റെ സ്നേഹം? ദൈവം പറഞ്ഞു, അബ്രാഹാമേ നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. പക്ഷെ ഇസ്ഹാക്ക് എന്താ പറയേണ്ടത്? നിന്റെ എന്നോടുള്ള പകയം മനസ്സിലാക്കി എന്നാണ്. ഇല്ല, അങ്ങനെ ഒന്നും ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഒരു പകയുമില്ല, ഒരു പിണക്കവും ഇല്ല, ഒരു പരിഭവവും ഇല്ല. മോറിയ മലയിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും കൂടെ പോരുന്ന കണ്ടാൽ അവരെവിടെയോ പിക്നിക്കിന് പോയിട്ട് വരുന്ന ഒരപ്പനും മോനും കൂടെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒക്കെ അല്ലേ? എന്തൊരു ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതാ. പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. യാക്കോബിനെ നോക്കുക, യാക്കോബ് എങ്ങനെയായിരുന്നു? യാക്കോബാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ജീവിച്ചത്, അവിടെ ഇവിടെ എല്ലാം ജീവിച്ചു. പക്ഷെ യാക്കോബിന്റെ കൂടെ താമസിച്ച ആളുകൾ അവനെ അഫക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ചെയ്തു. നമുക്കറിയാം യാക്കോബിന്റെ കഥയൊക്കെ. യാക്കോബിന് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, വൃത്തികെട്ടവന്മാരൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ യാക്കോബിന് ദൈവികമായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള താല്പര്യം ഒരിക്കലും കുറഞ്ഞു പോയില്ല. അതുകൊണ്ടാണല്ലോ യേശാവിനോട് പായസം കൊടുത്തേച്ച് ജ്യേഷ്ഠാവകാശം പിന്നെ യേശാവിൽ നിന്ന് എഴുതി വാങ്ങിയിട്ട് പായസം കൊടുത്തതുമൊക്കെ അവന് ആത്മീയമായിരിക്കുന്ന ഒരു താല്പര്യം എന്നും അവനുണ്ടായിരുന്നു. യാക്കോബ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം എന്ന് പറഞ്ഞ പ്രമാണത്തെയാണ് പ്രചാരം ചെയ്യുന്നത്. ഇസ്ഹാക്ക് ആണെങ്കിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞായിരിക്കുമ്പോഴാണ് പ്രോവിഡൻസ്, ദൈവത്തിന്റെ നടത്തിപ്പിനെയാണ് കാണിക്കുന്നത്. അബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിൽ എല്ലാം ഡിമാൻഡ്സ് ആണ്, സാക്രിഫൈസസ്, ഡിമാൻഡ്സ് ഒക്കെ ഉപേക്ഷിച്ച് ദൈവം പറയുന്നതനുസരിച്ച് എല്ലാം വിട്ടുകളഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണ് ഇവിടെയൊക്കെ ജീവിതം. അവരൊക്കെ വിശ്വാസവീരന്മാരാണ്. അതേസമയം നമുക്ക് യേശാവിനെ നോക്കുക. യേശാവ് യാക്കോബ് ഒരുമിച്ചല്ലേ വളർന്നത്, ഒരേ വീട്ടിൽ ഒരേ സാഹചര്യത്തിൽ വളർന്നവരാണ്. ഭക്തിയുള്ള മാതാപിതാക്കൾക്കാണ് വളർന്നത്. എവിടെ തെറ്റിപ്പോയത്? യേശാവ് ഒരു ഔട്ട്ഡോർ മാൻ ആയിരുന്നു, അതാണ്. യാക്കോബ് ഒരു ഇൻഡോർ മാൻ ആയിരുന്നു. ഈ പുറത്തു പോയി വളരുന്ന പിള്ളേരും വീട്ടിൽ വളരുന്ന പിള്ളേരും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അപ്പൊ യേശാവിന് എന്താന്ന് ചോദിച്ചാൽ വേട്ടയാടാനാണ് ഇഷ്ടം. അപ്പൊ വേട്ടയ്ക്ക് പോകുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ? അധികം ആത്മീയന്മാരൊന്നും വേട്ടയ്ക്ക് പോകാറ്. വേട്ടക്കാരനെന്ന് പറഞ്ഞാൽ ഈ കൊല്ലാനല്ലേ പോകുന്നത്. അപ്പൊ അവരെ ചിലപ്പോ പല കാര്യങ്ങൾ എങ്ങനെ ഇടപെടും. യാക്കോബിന്റെ യേശാവിന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആയിരുന്നു. യോസൻ ഔട്ട്ഡോർ മാൻ. പോവടാ, മുടിയെടുത്തു, അമ്പെടുത്തു, വില്ലെടുത്തു, പോയി വേട്ടയെടുത്തു, അതിനെ കൊന്നു, അവിടെ വെച്ച് തന്നെ കുറെ ചുട്ടു തിന്നു, കുറച്ച് ഉണക്കി, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും. ഈ ഒരാഴ്ച എന്തൊക്കെയാ സംഭവിക്കുന്നത്? വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകുന്ന ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും സൂക്ഷിച്ചോണം കേട്ടോ. അവന്മാരും അവളുമാരും ശരിയല്ല, ഉള്ള കാര്യം ഞാൻ പറയും. വീട്ടിൽ കൂടുതൽ സമയം അപ്പനോടോ അമ്മയോടോ കൂടെ ചെലവഴിക്കുന്നവരൊന്നും തെറ്റിപ്പോകാൻ സാധ്യതയില്ല. ചില വീട്ടിൽ ചെന്നാൽ മക്കളൊന്നും അവിടെ ഇല്ല. മക്കൾ എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടില്ല. എവിടെ പോയി? അയ്യോ, ഒരു ഫ്രണ്ട്സിനെ കാണാൻ പോയത്. ആ ഫ്രണ്ട്സിനെ പോലെ ആയില്ലെങ്കിലേ നാം അതിശയിക്കും.
ഞാൻ വളർന്നു വന്ന കാലത്ത് എനിക്കുണ്ടായിരുന്ന സങ്കടങ്ങളിലൊന്ന് എൻ്റെ അപ്പച്ചൻ എന്നെ ഒരു വീട്ടിലും പോകാൻ സമ്മതിക്കില്ല. അയൽവക്കത്ത് ഒരു വീട്ടിൽ ഇങ്ങും പോകാൻ സമ്മതിക്കില്ല. അപ്പച്ചൻ പറയും നിന്റെ കൂടെ കളിക്കണമെന്നുള്ള പിള്ളേരെല്ലാം ഇവിടെ വരട്ടെന്ന് പറയും. അപ്പൊ വീട്ടിൽ നിറച്ച് പിള്ളേർ എപ്പോഴും കാണും, 5-6 പിള്ളേർ എപ്പോഴും കാണും. എനിക്ക് ഒരാളുടെ വീട്ടിൽ പോയി കളിക്കാനുള്ളൂ. അപ്പച്ചൻ പറയും അതൊക്കെ ഇല്ല. അവര് പുക വലിച്ചെന്നിരിക്കും, അവര് വൃത്തികെട്ട വാക്കുകൾ സംസാരിച്ചെന്നിരിക്കും, അവർ ഭാര്യ തല്ലിയെന്നിരിക്കും, അവിടെ പെമ്പിള്ളേരുണ്ടെന്നിരിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ കൺട്രോളിലാണ്. ഇവിടെ തെറ്റായി സ്വാധീനിക്കുന്ന ഒരു വാക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അമ്മ വല്ലതൊക്കെ അനത്തി കൊടുക്കുകയും ചെയ്യും, അനത്തിയൊക്കെ തരും. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം കാവി ചായയും ആഹാരവും ഒക്കെ കൊടുക്കും. എപ്പം പിള്ളേർക്ക് സന്തോഷമാണ്. പക്ഷെ വീട്ടിൽ നിന്ന് കളിച്ചോണം, വീട്ടിൽ പുറത്തുപോകാൻ സമ്മതിക്കും. ഞങ്ങളുടെ പിള്ളേരെ ഒന്നും അധികം കൂട്ടുകാരോട് പറയാം. കൂട്ടുകാരില്ല, അവർക്ക് 1-2 കൂട്ടുകാരെ അങ്ങനെ പോകാൻ നോക്ക്. സ്നേഹിതന്മാരുടെ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും സംഭവിക്കുമെന്നാ സദസ്യവാക്യങ്ങൾ പറയുന്നത്? നശിച്ചു പോകും. നമ്മുടെ വിശ്വാസികൾ പലരുടെ വീട്ടിൽ ചെന്നിരിക്കണം. മോൻ എന്ത് ചെയ്യാം? അവനെ കൂട്ടുകാരും കൂടി പോയിരിക്കുക. എറണാകുളത്ത് പോയി അവർ പിക്നിക്ക് പോയിരിക്കുക, തിരുവനന്തപുരത്ത് അങ്ങനെ കൂട്ടുകാരും കൂടി പിക്നിക്ക് ഒന്നും ഞാൻ സമ്മതിക്കുക. അങ്ങനെ നിനക്ക് പിക്നിക്ക് കൊണ്ട് ഞാനിവിടെ വരാം, ഇല്ലെങ്കിൽ അമ്മയോട് വരും. അങ്ങനെ അത് ഞങ്ങൾ വരുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞത് അപ്പനും അമ്മയും കാണാത്ത കാര്യങ്ങൾ വേണം അവിടെ ചെന്ന് ചെയ്യാൻ. ആണെങ്കിൽ പോലും തന്റെ മക്കള് അവരെ ചേട്ടന്മാരാണ് ബർത്ത്ഡേക്ക് കൂടുന്നത് വീട്ടിൽ എല്ലാവരും കൂടെ. ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കൂടെ കൂടി തിരികെ കുടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടും യോവിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ചേട്ടന്മാരാണെങ്കിലും പറയരുതാത്ത പറയുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് പാർട്ടി കഴിയുമ്പോൾ എല്ലാത്തിനും ഓരോന്നിനും വിളിച്ച് ചോദ്യം ചോദിക്കും, അവിടെ എന്താ സംഭവിച്ചത്, എന്താ പറഞ്ഞത്, നിങ്ങൾ എന്താ ചെയ്തത്, എന്നിട്ട് യാഗം കഴിക്കാൻ ആട്ടെ കൊണ്ടുപോകും. പാവങ്ങൾ ആട്ടുകുട്ടത്തിലെ കൈവച്ച് ഏറ്റു പറയാൻ. അതുകൊണ്ട് അയ്യോവിന് മക്കളൊക്കെ നല്ല മക്കളായത്. അതുകൊണ്ട് അയ്യോവിന് പിന്നെയും 10 മക്കളെ കൊടുത്തത്. കാരണം ദൈവത്തിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവന് മക്കളെ കൊടുത്ത് ഇവൻ വളർത്തും. ഏലി വളർത്തിയത് പോലല്ല വളർത്തിയത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെ വിടുന്നത്? കൂട്ടുകാരുടെ അല്ലേ നടക്കുന്നത്, കൂട്ടുകാരല്ലേ അവരെ വളർത്തുന്നത്. കൂട്ടിനൊന്നും എനിക്കെതിരില്ല, വിശ്വാസികളായ കൂട്ടുകാരാണെങ്കിൽ. അല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിരിക്കും. ദൈവപ്രേമയും അനുസരിക്കുന്നവരും കുടുംബത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരും സാന്മാർഗികളും യാതൊരു ദുശീലമില്ലാത്തവരും ഒക്കെ ആയ ആളുകൾ. അതെന്തിനാ അവരുടെയൊക്കെ പോയി അങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നത്? വേണ്ട. അപ്പോൾ ഏശാവിന് പറ്റെന്ന് പറഞ്ഞാൽ അതാണ്. അവൻ ഔട്ട്ഡോർമാൻ ആയിരുന്നു. അവന്റെ കൂട്ടുകാരൊക്കെ മോശമായ കൂട്ടുകാരാണ്. അങ്ങനെയുള്ള ഓരോ കൂട്ടുകാരുടെ പക്കന്മാരെയൊക്കെ അവൻ കല്യാണം കഴിച്ചത്. ഒക്കെ തെറ്റിപ്പോയി. ഒരു കനാന്യ സ്ത്രീയാ കല്യാണം കഴിച്ചത്. അവസാനം യാക്കോബിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ എവിടുന്ന് വന്നു? ശരിയാ, ചതിച്ചെന്ന് വിചാരിച്ച് കൊല്ലുകയാണോ പരിഹാരം? അല്ലല്ലോ. യാക്കോബ് ആ ദേശത്തെ സംസ്കാരം അനുസരിച്ച് ജീവിച്ചു. യാക്കോബ് അങ്ങനെയല്ല ജീവിച്ചത്. യാക്കോബ് അടുക്കളയ്ക്കകത്ത് അമ്മയുടെ വാല തൂങ്ങി ഇങ്ങനെ അമ്മ 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 എന്നും പറഞ്ഞാണ്. ശാന്തശീലനും സൗമ്യനും ഒക്കെ ആയിരുന്നു അവർ. യേശാവ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന ആളുകൾ ആരെന്നുള്ളതാണ്. നമ്മളെ ആരാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ആരാണ്? ഏത് സമയത്ത് നിങ്ങളുടെ മക്കൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കാരണം എൻ്റെ മകൻ ഇന്ന സമയത്ത് ഇന്ന വീട്ടിൽ ഇല്ല ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമല്ലാത്തൊരു കാര്യം ചെയ്യില്ലെന്ന് എനിക്കറിയാം, അവൻ ഇന്നടത്താണെന്ന് എനിക്കറിയാം. പോകുമ്പോൾ ചോദിക്കണം ഇവിടെ പോവുകയാണ്, ആരുടെ കൂട്ടുവിട്ട്, എന്താ നിങ്ങളവിടെ ചെയ്യാൻ പോകുന്നത്, എപ്പം നിങ്ങൾ തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പ്രാർത്ഥിച്ച് വേണം വിടാൻ. അങ്ങനെ വിട്ടാൽ കുഞ്ഞുങ്ങൾ പാവമൊന്നും ചെയ്യില്ല. അപ്പോൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അസാധ്യമെന്ന് വിചാരിക്കുന്നതിലുണ്ട്, അസാധ്യമല്ല. കാരണം അസാധ്യമായിരുന്നെങ്കിൽ ഹാനോക്കിനും നോയ്ക്കും അബ്രഹാമിനും ഇവർക്കൊന്നും സാധിക്കുമായിരുന്നില്ല. കാരണം അവരൊക്കെ ജീവിച്ചതാണ് ഏറ്റവും അസാധ്യമായ സാഹചര്യം, ഏറ്റവും വഷത്വം നിറഞ്ഞ സാഹചര്യം. അവിടെ എത്ര ഭംഗിയായിട്ട് അവരൊക്കെ ജീവിച്ചത്. എന്നാൽ ക്രിസ്ത്യ ജീവിതം ഈസി ആണെന്ന് ചോദിച്ചാൽ വളരെ പ്രയാസം, ബുദ്ധിമുട്ടുള്ളതാണ്. അത്ര എളുപ്പമൊന്നുമുള്ളതല്ല. കാരണം എന്താണ്? 4 ചുറ്റും എന്താണുള്ളത്? ക്രിസ്തീയ മൂല്യങ്ങൾക്ക് എതിരായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളാണ്. അവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാതെ, കോംപ്രമൈസുകൾ ഇല്ലാതെ ജീവിക്കാൻ എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. സാധ്യമാണെന്ന് ചോദിച്ചാൽ സാധ്യമാണ്. കാരണം അങ്ങനെ ജീവിച്ചവർ ധാരാളം ആളുകളുണ്ട്. മൊർദെഖായി നോക്ക്, നെഹമ്യാവ് നോക്ക്, എസ്രാ നോക്ക്, ദാനിയേൽ നോക്ക്, ശദ്രക്ക് നോക്ക്, അബേദ്നെഗോ നോക്ക്, ഇവരൊക്കെ ജീവിച്ചവരല്ലേ? യാതൊരു വിട്ടുവീഴ്ചയും കൂടെ ജീവിച്ച ഉന്നത സ്ഥാനങ്ങളിൽ ജീവിച്ചവരാണ്. ആ സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് വിട്ടുവീഴ്ച എങ്ങനെ ജീവിക്കാനൊക്കും? ഇവിടുത്തെ IG-ക്കും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്കും മറ്റ് സെക്രട്ടറിമാർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ ജീവിക്കാനൊക്കും? ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെയൊക്കെ പ്രസാദിപ്പിക്കണ്ടേ? എന്നാൽ ദാനിയേല് നെബൂഖദ്നേസറെ പ്രസാദിപ്പിച്ചോന്ന് ചോദിച്ചാൽ പ്രസാദിപ്പിച്ചു. പക്ഷെ നെബൂഖദ്നേസറെ ശാസിക്കുകയും ചെയ്തു. നെബൂഖദ്നേസറേ എന്ന് പറഞ്ഞ് ദൈവം പുല്ലുതീറ്റി കൊടുക്കുന്നു. ബെൽശസ്സറേ, നിന്റെ അപ്പനെ പാഠം പഠിപ്പിച്ച ദൈവം, നീ എന്തൊക്കെ സത്യം അറിഞ്ഞിട്ട് നീ നേരം ജീവിച്ചില്ലല്ല, ഇന്ന് രാത്രി നീ കൊല്ലപ്പെടുമെന്ന്.
ധൈര്യമായിട്ട് പറഞ്ഞു. ഒക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒട്ടും വിട്ടുപിടിച്ച ഇതില്ല. മോർദെഖായി ഹാമാൻ പല്ലും തൊടിച്ചാൽ ഓരോ പ്രാവശ്യം പോകുന്നത്. ആളുകളും ചോദിച്ചു, എന്താ മോർദെഖായി, നിനക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് എന്താ കുഴപ്പം? ഇല്ലെന്ന് പറഞ്ഞു. ആരാ ജയിച്ച അവസാനം? വാസ്തവത്തിൽ ഇസ്രയേൽ അവിടുന്ന് പേർഷ്യൻ സംസ്ഥാനത്തുള്ളതായിരിക്കുന്ന സാമ്രാജ്യത്തുള്ള എല്ലാ യഹൂദന്മാരെയും കൊല്ലാനുള്ള കൽപ്പനയാണ് ഹാമാൻ ആദ്യം പുറപ്പെടുവിച്ചത്. അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടും വിട്ടുവീഴ്ചയ്ക്ക്, അത് പുറപ്പെടുവിച്ച ശേഷം ഹാമാൻ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. ഒരു ശാഖരം വിട്ടുവീഴ്ചയില്ല. ഹാമാൻ പല്ലും കടിച്ചാൽ പോയി. വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. എന്തിനു വിട്ടുവീഴ്ച ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകൾക്ക് ദൈവം അവരുടെ കാര്യങ്ങൾ നോക്കും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ തല്ലൊക്കെ കൊള്ളണ്ടായി വരും. ചിലപ്പോൾ ജോലി പോയെന്ന് വരും. ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഒരു ജോലി പോയാൽ വേറെ 9 ജോലി തരാൻ കർത്താവിന് കഴിയില്ലേ? കഴിയില്ല. ഞാനങ്ങനെ വിചാരിക്കും, 9 ജോലി തരാൻ കർത്താവിന് കഴിയും. പിന്നെ ഈ കർത്താവ് തരുന്ന ജോലി എന്തുപോയാലും അത് ചെയ്യാൻ മനസ്സായിരിക്കണം. ഞാൻ ഇന്ന ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയാവും. നമ്മുടെ ആളുകൾക്കുള്ള വിഷമത. ചിലർ ഞാൻ റബ്ബറേ വെട്ട് വേറൊരു ജോലിയും ചെയ്യില്ല, വേറെ ഞാൻ ഇലക്ട്രീഷ്യനാ വേറൊരു ജോലിയും ചെയ്യില്ല, ഞാൻ പ്ലംബറാ വേറൊരു ജോലിയും ചെയ്യില്ല, എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തില്ല വേറൊരു ജോലിയും ഞാൻ ചെയ്യില്ല, എനിക്ക് മീൻപിടുത്തമേ അറിയത്തുള്ളൂ വേറെ ജോലിയും ഞാൻ ചെയ്യില്ല. ഓരോ ജോലികളും ഇത് ദൈവം തരുന്നത്. മീൻ പിടിക്കണമെന്നിപ്പോ മീൻ പിടിക്കണം, ആശാരിപ്പണിയാണിപ്പോ ആശാരിപ്പണി ചെയ്യണം. അതിനെന്താ? പെയിന്റിംഗ് ആണ്, പെയിന്റിങ് ചെയ്യണം. ഞാൻ അമേരിക്കയിലായിരുന്ന കാലത്ത് സെമിനാരി പഠിക്കുമ്പോഴേ നമുക്ക് സ്ഥിരം ജോലിയൊന്നും എടുക്കാനൊക്കെ ഇല്ല. കാരണം ക്ലാസ് എല്ലാ ദിവസവും എല്ലാ സെമിസ്റ്ററും ക്ലാസ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ബുധനാഴ്ച ക്ലാസ് അവധിയാ, ചിലപ്പോൾ വ്യാഴം വെള്ളി ശരി എല്ലാം ഫുൾ ഡേ ക്ലാസ്. അപ്പം നമുക്ക് ഒരേ ജോലി എപ്പോഴും ചെയ്യാനൊക്കെ ഇല്ല. അപ്പൊ ജോലി ഓരോ സെമിസ്റ്റർ മാറുമ്പോഴും ജോലി അന്വേഷിച്ചു പോകും. അങ്ങനെ ചെയ്യുന്നൊരു കമ്പനി ഞാൻ ചോദിച്ചു, സാറേ ജോലി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. സ്റ്റുഡൻ്റാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ട്, എന്ത് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. എന്താ സാറേ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പെയിന്റിങ് അറിയാമെന്ന് ചോദിച്ചു. അയ്യോ അതിനെന്തോ അറിയാനാ, ബ്രഷ് പെയിന്റിനകത്ത് ബുക്ക് ടപ്പട്ട അടിക്കുക എന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, ശരി എന്നാ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെയിന്റർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആഴ്ച 2-3 ദിവസം പെയിന്റ് ചെയ്യുക, ബാക്കി ദിവസം സെമിനാരി. ഭയങ്കര മെഷീനാ. ഒരു 10-40 അടി ഉയരത്തിലുള്ള ഗോവേണിയെ കൂടെ കയറി അതിന്റെ മുകളിൽ വേണം ചെന്ന്. ഭയങ്കര കോടിക്കണക്കിന് രൂപ വരെയുള്ള മെഷീനാണ്. അതൊക്കെ പെയിന്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അത് കാണിച്ചെന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. എന്ത് വേണേലും പണി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പണി ചെയ്തു. ഒരു ദിവസം വൈകിപ്പോ എന്റെ ജനറൽ മാനേജർ വന്നു ആ കമ്പനിയുടെ. കാരണം അവർ വലിയ വിലയുള്ളതല്ലേ. എല്ലാം കണ്ടേച്ചെന്ന് ചോദിച്ചു, പെയിന്റർ ആയിരുന്നു ഇതിനു മുമ്പല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പെയിന്റർ ഒന്നും അല്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ LLB ഒക്കെ പഠിച്ച് കോളേജ് പഠിപ്പിച്ചു പോകുന്ന ആളാണ്, ഞാൻ പെയിന്റർ അല്ലെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പ്രൊഫഷണൽ പെയിന്റേഴ്സിനേക്കാൾ ഭംഗിയായിട്ടാണ് പെയിന്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ ഒരു സെമിസ്റ്റർ 6 മാസം അവിടെ പെയിന്റിങ് ജോലി ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി അത് ജോലി തുടരാനൊക്കെ ഇല്ല. എൻ്റെ ടൈം ടേബിൾ മാറി. പിന്നെ പോയി കമ്പനി, ഓരോ കമ്പനി ചെന്ന് ജോലി വല്ലതും ഉണ്ട് താന്ന് ചോദിച്ചു. എന്താ ജോലി ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ജോലി നിങ്ങൾക്കുള്ളത് ചെയ്യാം. കാർപ്പൻ്റർ അറിയാമെന്ന് ചോദിച്ചു. അതിനെന്താ സാറേ, ഉളി എടുക്കണം, കുട്ടുപൊടി എടുക്കണം, തല്ല് കുറച്ച് വെക്കണം, പടപട അടിക്കണം പറഞ്ഞു. തരാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ചെറിയ തടികളാണ്, നിങ്ങൾ എല്ലാം തട്ടിമുറിച്ച് കളയെന്ന് പറഞ്ഞു. എന്നാ വേണ്ടെന്ന് പറഞ്ഞു. അടുത്ത കമ്പനിയിലേക്ക് പോയി. അതൊക്കെ ഉള്ളന്നേ ഈ ജോലി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഉള്ളു. നമ്മൾ ഏത് ജോലി ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിലുണ്ടല്ലോ നമ്മളെ ആരും തോൽപ്പിക്കാൻ. ഞാൻ പഠിച്ചത് തോൽപ്പിക്കാവുന്ന മനുഷ്യർ ആരാന്ന് ചോദിച്ചാൽ സെലക്ടഡ് ജോലി ഞാൻ ചെയ്യത്തുള്ളൂ സാറേ. ഞാൻ 1, 2, 3 ജോലികളെ ഞാൻ ചെയ്യും, വേറൊരു ജോലി ഞാൻ ചെയ്യും. എനിക്ക് ഏത് ജോലി ചെയ്യുന്നതിനും അഭിമാനക്കുറവ്. തൂക്കാൻ വാരാൻ പാത്രം കഴിയും, എന്ത് വേണമെങ്കിലും ചെയ്യും. ജോലിക്ക് ഡിഗ്നിറ്റി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള മനുഷ്യര് ദൈവം എന്നെ ഏത് സ്ഥാനത്ത് കൊണ്ടാക്കിയാലും അവിടെ ചെയ്യേണ്ട കാര്യം ചെയ്ത് ജീവിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ ലോകത്തിന് തോൽപ്പിക്കാനും ഒക്കില്ല, സാത്താന് തോൽപ്പിക്കാനും ഒക്കില്ല, ആർക്കും തോൽപ്പിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാം, തോൽപ്പിക്കാൻ സാധിക്കും. തോൽപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സെലക്റ്റീവായിട്ടുള്ള ആളുകളെ. അങ്ങനെ നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരു ദിവസവും ജോലി ഇല്ലാതെ നിൽക്കരുത്. എനിക്ക് ഭാര്യയും മുതൽ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു, വാടക കൊടുക്കണമായിരുന്നു, ഫീസ് കൊടുക്കണമായിരുന്നു. അവിടെ ജോലി ഇല്ലാതെ ഞാൻ നിൽക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, ഏത് സമയത്തും എവിടെയും പോയി ജോലി. വലിയ ജോലി ചെയ്തിട്ടുണ്ട്, ചെറിയ ജോലി ചെയ്തിട്ടുണ്ട്. അതിനെന്താ? അപ്പോ ജോസഫിനെ നോക്ക്, എന്തോ ഒരു തല്ലും മർദ്ദനും ഏറ്റ് കാണും. പിന്നെ പൊത്തിഫറിന്റെ കാര്യത്തിൽ വന്നപ്പം ഭർത്താവല്ലേ അയാള്, ഇവന്റെ ഡ്രസ്സും എല്ലാം അവിടെ കയ്യിലാണ്, എന്നെ അപമാനപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അയാൾ സമ്മതിക്കും. അയാൾ പിടിച്ച് പൂരം തല്ലി കാണും. പട്ടാള ഓഫീസർ ഇല്ലയോ, അതിലൊന്നാമത്തെ ഇടിച്ച് കൊണ്ടുവന്ന് അവിടെ ഇട്ട് കാണും. ഒന്നും പറഞ്ഞ ഒരു പരാതിയും പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പ്രൈം മിനിസ്റ്റർ ആയ കാലത്ത് ഈ പൊത്തിഫറിനെയും ഭാര്യയും വല്ലതും പ്രതികാരം ചെയ്തതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ലല്ലോ. അതുമില്ല. പിന്നെ കണ്ടപ്പോഴും ചോദിക്കും, ചേച്ചി എങ്ങനെയുണ്ട്, പഴയ സ്വഭാവമൊക്കെ ഇപ്പോഴും ഉണ്ടോ ചോദിച്ചു കാണും. അത്ര ചോദിച്ചു കാണും തമാശയായിട്ട്. അതിനപ്പുറം ഒന്നും ജോസഫ് ചോദിച്ചു കാണും.
സഹോദരന്മാരെന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു, അവരെ വല്ല ഉപദ്രവിച്ചു. അവർക്ക് മാനസാന്തരം വന്നെന്ന് അറിയാൻ വേണ്ടിയാണ് ജോസഫ് ചെയ്തതല്ല. ഇവർക്ക് മാനസാന്തരം വന്നു. അവസാനം ഒറ്റിക്കൊടുക്കാനായിട്ട് ശ്രമിച്ചതായിരിക്കുന്ന സഹോദരൻ പറഞ്ഞു, ഞാൻ അവർക്ക് അവർ പോലും ഇവിടെ കിടന്നോളാമെന്ന് പറഞ്ഞു ജയിലിൽ. അപ്പം മനസ്സിലായി ഇവന് സഹോദരന് വേണ്ടി ജയിലിൽ കിടക്കാനും മനസ്സായി. ഏത് സാഹചര്യത്തിൽ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ജീവിക്കുക. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ലോകത്തിനും കുടുംബത്തിനും പറ്റിയ പരാജയം എന്താണെന്നറിയാം? അവിടെ പുല്ലുണ്ടായിരുന്നു എന്നുള്ളതും വെള്ളം ഉണ്ടായിരുന്നുള്ളതാണോ ലോകത്തിന്റെ പ്രശ്നം? ലോകത്ത് പരാജയപ്പെട്ടത് പുല്ലും വെള്ളം ഉള്ളതുകൊണ്ടല്ലോ. പശുക്കൾക്കും കന്നുകാലികൾക്കും പുല്ല് വേണ്ടേ, വെള്ളം വേണ്ട. അതല്ല. അവനെന്ത് ചെയ്തു? കൂടാരം നീക്കി നീക്കി അടിച്ചുകൊണ്ടിരുന്നു. എവിടെയൊക്കെ? സോദോം എന്ന് പറഞ്ഞ വിക്കഡായിട്ടുള്ള ദുഷ്ടപട്ടണത്തിന് നടുക്കേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഇവിടെ കാണുന്നത് പടിവാതിക്കലാണ്, ഗേറ്റിങ്ങിലാണ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ മേയർമാരും അവരൊക്കെ ഇരിക്കുന്നിടത്താണ്. അവിടെയാണ് ഇരിക്കുന്നത്. ലോകത്തിനെ കാണും. ലോകത്ത് അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. ലോകത്തിന്റെ മക്കളൊക്കെ എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളെ ഡേറ്റ് ചെയ്ത് അവരെയൊക്കെ കല്യാണം കഴിക്കാനായിട്ടൊക്കെ ഉള്ള ഒരുക്കങ്ങൾ ചെയ്തു. അവർക്കൊക്കെ കല്യാണം കഴിക്കുക. അബ്രഹാമിന്റെ യാക്കോബിന് 12 മക്കളില്ലേ? അന്ന് യാക്കോബ് ആയിട്ടില്ലല്ലോ. അബ്രഹാം കാലത്ത് അവരൊന്നും എല്ലാവരൊന്നും ആയിട്ടില്ല. ഏതായാലും അങ്ങനെയുള്ള ജീവിതശൈലിയിലേക്ക് പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വല്ലതും ബാക്കി വന്നോ? ലോകത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് നീതിമാനായ വലഞ്ഞുപോയ ലോകം. ചില തുണിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഒരു കഴുകി കഴിഞ്ഞ് നോക്കുമ്പോൾ ചായ ഇരിക്കാൻ കൊള്ളാവുന്ന തുണിയായിട്ടിരിക്കും. വലഞ്ഞു പോയത്, വലഞ്ഞു പോയത്. ലോകത്തിന്റെ ജീവിതം അതുപോലെ പോയി. സോദോമിന് ചായ ഇരിക്കാൻ കൊള്ളാവുന്ന ഒരു തുണിയായിട്ട് ലോകത്തൊക്കെ മാറി. യാതൊരു നീതിമാനാണ്, താൻ കണ്ടും കേട്ടും കൊണ്ട് വിഷമിച്ചെന്നാ പറഞ്ഞു. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായി. ഭാര്യ പോയി, പെൺപിള്ളേർ പോയെന്ന് മാത്രമല്ല, ദുഷ്ടരായ 2 ജനം, അമ്മോന്യരും മോവാബ്യരും. അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നറിയാം? ക്രിസ്ത്യ ജീവിതം അബ്രഹാമിന് സാധ്യമായിരുന്നെങ്കിൽ ലോകത്തിന് സാധ്യമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ മൂല്യങ്ങളിൽ സോദോം അവിടെ കയറി വന്നു. സോദോമിന് ലോകത്തിനെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങി. സോദോമിലെ ആൺപിള്ളേർ ലോകത്തിന്റെ പെൺപിള്ളേരെ സ്വാധീനിക്കാൻ തുടങ്ങി. സോദോം ഗൊമോറയും ചുട്ടരിച്ച് ചാമ്പലാക്കാൻ പോവാ, നിങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങളോട് വരണമെന്ന് പറഞ്ഞിട്ട് അവന്മാർ വന്നു. അവർക്ക് തമാശ പോലെ തോന്നിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ സോദോമിന്റെ ലോകത്തിന്റെ മക്കൾക്ക് അവരെ സ്വാധീനിക്കാനെത്തില്ല, അവർ ലോകത്തിന്റെ മക്കളെ സ്വാധീനിക്കും. അതുകൊണ്ട് ആ ദുഷ്ട സ്ത്രീകള്, ആ പെൺമക്കൾ പിന്നെ ദുഷ്ടത ചെയ്തു. അവർക്ക് ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി, അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു, അവരുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടാണ് അവരുടെ സോദോമിൽ നിന്ന് പോയത്. അപ്പൊ നമ്മൾ പറഞ്ഞ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ജീർണതയുണ്ട്, നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങളുണ്ട്, നമ്മുടെ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, നമ്മൾ ജീവിക്കുന്നതായിരിക്കും ദേശത്തിൻ്റെതായിരിക്കുന്ന മൂല്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ നമുക്കുണ്ട്. അതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. മനുഷ്യ ദൈവം കഴിച്ചുള്ള കഴിവ് അപാരമായ കഴിവാണ്. ഏത് പാവക്കുഴിയിലും നീതിമാനായി ജീവിക്കാം. പക്ഷെ അതിന്റെ പാപത്തിന്റെ ആ കുഴി കിടന്ന് ചെളിയുടെ നാറ്റമൊക്കെ കാണും നമ്മുടെ കുറച്ചൊക്കെ, നമ്മളെ പാപം ചെയ്തില്ലെങ്കിലും. പക്ഷെ നമുക്ക് പാപം ചെയ്യേണ്ട ആവശ്യമൊന്നും ഒരാവശ്യമില്ല. ഏത് പാപം നിറഞ്ഞാൽ ലോകത്തും നീതിമാനായും ഭക്തനായും ജീവിക്കാനായിട്ട് സാധിക്കും. വചനത്തിലെ ധാരാളം ദൈവദാസന്മാരത് നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. നീ ജീവിക്കുന്ന സാഹചര്യം നിന്നെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല. സാഹചര്യത്തെ നിനക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. രാജാവാണെങ്കിൽ പോലും നെബൂഖദ്നേസറെ നിയന്ത്രിച്ചതാരാ? നെബൂഖദ്നേസർ ദാനിയേലാ. ചക്രവർത്തി ഏതാണെന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ദാനിയേൽ പറയുന്നതിന് അപ്പുറത്ത് നെബൂഖദ്നേസർ ഒന്നും ചെയ്യാൻ ഒക്കുമായിരുന്നു. ബെൽഷസ്സർ ഒക്കുമായിരുന്നു. ഒക്കെ വലിയ വലിയ ആളുകളൊക്കെയാണ്. കാരണം അവരൊക്കെ സാക്ഷ്യം പുലർത്തി ജീവിച്ചവരാണ്. അവരെ കുറിച്ച് രാജാക്കന്മാർക്ക് വലിയൊരു ബോധ്യതയുണ്ട്. ദാനിയേൽ തെറ്റ് ചെയ്യുന്ന ആളല്ല. ദാനിയേൽ ഒരിക്കലും എന്നെ ചതിക്കാനായിട്ടൊന്നും ചെയ്യില്ല. അവൻ ധാർമ്മികനാണ്, അവൻ ദൈവഭക്തനാണ്. അതുകൊണ്ട് അവൻ പറയുന്ന വാക്കിലൊന്നും വേറൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അതങ്ങ് കേൾക്കും. നമുക്കറിയാം, ശലോമോൻ മരിച്ചപ്പോൾ ശലോമോന്റെ മകനായിരിക്കുന്ന രെഹബെയാം രാജാവായി. അപ്പന്റെ കാലത്ത് സേവിച്ചതായിരിക്കുന്ന വാർദ്ധക്യത്തിലുള്ള പ്രായമുള്ളതായിരിക്കുന്ന ആലോചനക്കാരോട് ചോദിച്ചു, ഞാൻ എന്താണ് ഈ ജനത്തോട് ഉത്തരം പറയേണ്ടത്? അവർ പറഞ്ഞു കൊടുത്തു, നീ അവരുടെ വാക്ക് കേൾക്കണം, ടാക്സേഷൻ കുറച്ചു കൊടുക്കണം, ടാക്സ് കുറച്ചു കൊടുക്കണം, ഭാരം കുറച്ചു കൊടുക്കണം. അവൻ ഇഷ്ടപ്പെട്ടു. ഉടനെ അവന്റെ കൂടെ പ്രായത്തിൽ കളിച്ചു കിടന്ന ആളുകളെ വിളിച്ചു, സമപ്രായക്കാർ, വരിക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു. കുറച്ചു കൊടുക്കുക. മൂപ്പന്മാർ അങ്ങനെയാ പറഞ്ഞത്. അവരെ വിളിച്ചിട്ട് പറയണം, എന്റെ അപ്പൻ നിങ്ങളെ ചാട്ടം അടിച്ച് ഞാൻ നിങ്ങളെ തേളുകൊണ്ട് നശിപ്പിക്കുമെന്ന് പറയണം. എന്റെ അപ്പന്റെ അരയെന്ന് പറയുന്നത് എന്റെ ഈ വിരലിന്റെ കരവുള്ളതെന്ന് വിരലിക്കണമെന്ന് ശരിയാക്കി കളയുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 10 ഗോത്രമാണ് പോയി അല്ലേ?
കാര്യവിചാരകനെ അയച്ചു, കല്ലെറിഞ്ഞ് കൊന്നു. രഥം കെട്ടി പെട്ടെന്ന് ഓടിയ കളഞ്ഞെന്നാ പറയുന്നത്. അവന്റെ പരിസ്ഥിതി, അവന്റെ ചുറ്റുപാട്, അവന്റെ കൂട്ടുകാർ അവനെ വഴിതെറ്റി. പ്രായമുള്ള ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുത്ത ഉപദേശം കേട്ടില്ല. നമ്മൾ ചെറുപ്പമാകുമ്പോൾ അങ്ങനെയുള്ള ഉപദേശമൊന്നും നമുക്ക് സ്വീകാര്യമല്ലല്ലോ. നമ്മുടെ പ്രായത്തിൽപ്പെട്ട ആളുകൾ പറയുന്നതല്ലേ നമുക്ക് സ്വീകാര്യം. ക്രിസ്ത്യജീവിതം അങ്ങനെ നടക്കില്ല. ജീവിച്ച് പാഠം പഠിച്ചവർ പറയുന്ന ആലോചന വേണം കേൾക്കാൻ. ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളെന്ന് പറയുന്നത് ആളുകൾ അത് ജീവിക്കുന്നില്ലെങ്കിൽ ദശാബ്ദങ്ങൾ ജീവിച്ച് തഴക്കവും പഴക്കവും എന്നതായിരിക്കുന്ന ദൈവത്തെ അടുത്തെറിഞ്ഞ പിതാക്കന്മാർ, അങ്ങനെയാണല്ലേ പിതാക്കന്മാരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമുള്ളവനെ അറിഞ്ഞവരാണ്. അങ്ങനെയുള്ള പിതാക്കന്മാർ പറയുന്ന ഉപദേശങ്ങൾ ചെറുപ്പക്കാർക്ക് ഇന്ന് സ്വീകാര്യമല്ല. അവർക്ക് സ്വീകാര്യം ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്ന അടിപൊളി ആലോചനയാണ് അവർക്ക് സ്വീകാര്യം. തെറ്റ്. അതുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളൊക്കെ തകരും. ക്രിസ്ത്യ ജീവിതവും പോവും, നിങ്ങളുടെ സാക്ഷ്യവും പോവും, എല്ലാം. ആ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. രഹബ് വിചാരിച്ചിട്ട് തിരിച്ചെടുക്കാൻ സാധിച്ചോ? ഇല്ല. 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു എന്നേക്കുമായി. അതങ്ങനെ സംഭവിച്ചു. ഒരു തെറ്റായ ആലോചനയാണ്. വൃദ്ധന്മാരുടെ ആലോചന തള്ളിക്കളഞ്ഞിട്ട് യുവാക്കന്മാരുടെ ആലോചന സ്വീകരിച്ചു. ഒരൊറ്റ ആലോചനയാണ് അവന്റെ ജീവിതത്തിൽ വഴിതെറ്റിച്ചത്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഒരാലോചനയായിരിക്കും. ആരോട് ആലോചന? നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ആലോചന ചോദിച്ചാൽ ചിലപ്പോൾ നല്ല ആലോചന തരും. നിങ്ങളുടെ മിത്രങ്ങളോട് ആലോചന ചോദിച്ചിട്ട് നിങ്ങൾ ശത്രുക്കളോടും ആലോചന ചോദിക്കണം. നിങ്ങളെ ഏറ്റവും വെറുക്കുന്ന ആലോചന. മിത്രങ്ങൾ നിങ്ങളെ പ്രസാദിപ്പിക്കാനായിട്ട് ആലോചന പറയും. ശത്രുക്കൾ പലപ്പോഴും നിങ്ങളെ പിണക്കാനായിട്ട് ആലോചന പറയും. ചിലപ്പോൾ ആലോചനയായിരിക്കും സത്യമുള്ളത്. ഇത് രണ്ടും കൂടെ വെച്ച് നിങ്ങൾ തൂക്കി നോക്കുമ്പോൾ എന്ന് വിചാരിച്ച് നമ്മുടെ ശത്രുക്കളെ പറയുന്നതല്ല നമ്മൾ കേൾക്കണമെന്നല്ല പറയുന്നത്. അങ്ങനെ. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മിത്രങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കില്ല പറയുന്നത്. മിത്രങ്ങൾ എന്ന് നടിക്കുന്നവരാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ നമ്മോട് കൂട്ടുകെട്ട് കൂടിയിരിക്കുന്നതന്നെ. അപ്പൊ അതൊക്കെ വളരെ വളരെ നാം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തുകൊണ്ട് നാം വിജയിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഇതുപോലെയൊക്കെയുള്ളതായിരിക്കുന്ന പല ഘടകങ്ങൾ ഇതിലുണ്ട്. ആ ഘടകങ്ങളെ നാം അതിജീവിക്കണം. പ്രമാണം അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, പ്രമാണം പാലിക്കണം. ക്രിസ്തീയതം ഭയങ്കര എൻജോയബിൾ ആകട്ടോ, ഭയങ്കര തമാശയാണ് നിയമം. അത് ദൈവവുമായിട്ടുള്ള ഗെയിമാണല്ലോ ക്രിസ്തീയം എന്ന് പറയുന്നത്. ദൈവവുമായിട്ട് കളിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് അത് എൻജോയബിൾ ആവും, അല്ലാത്തവർക്ക്. അബ്രഹാം അത് അറിഞ്ഞാണ്. അതുകൊണ്ടാണ് ഇസ്ഹാക്കിനെയും കൊണ്ട് പോയത് ബലി കഴിക്കാൻ. ദൈവം പറഞ്ഞതല്ലേ, അവൻ എന്തെങ്കിലും ഒരു നന്മ അതിൽ നിന്ന് തരുമെന്ന് അബ്രഹാം മനസ്സിൽ പറഞ്ഞു കാണും. ഏതായാലും ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യൂല. ദൈവം പറഞ്ഞ അവിടെ എത്ര ബുദ്ധിമുട്ടിയായാലും അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? എനിക്കും എൻ്റെ മകനും നന്മയായ ഒരു ഔട്ട്കം ആയിരിക്കും. അത് കൊന്നായാലും പറഞ്ഞ ശാരത്ത് നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ മരിച്ച അനുഭവം ഉണ്ട്, ഉയർത്തനുഭവം ഉണ്ട്. പിന്നെ അങ്ങോട്ട് ജീവിക്കുകയും ചെയ്യാം. ദൈവത്തിന് വാഗ്ദത്തം മുഴുവൻ നിറവേറ്റാൻ. അപ്പൊ മോശം വരുമോ? മോശം വരുമോ? എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമുക്ക് ധാരാളം പ്രാപിച്ച് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ക്രിസ്ത്യ ജീവിതം മനോഹരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, ബുദ്ധിമുട്ടുകളുള്ളതാണ്, പക്ഷെ അത് നന്മ നിറഞ്ഞതാണ്. ക്രിസ്ത്യ ജീവിതം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപാദാനങ്ങളും ഉപയോഗിച്ച് കർത്താവിനോട് കൂടെയും കർത്താവിനെ പോലെയും ഒക്കെ ജീവിക്കുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.